ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മളെല്ലാവരും ഒരു യാത്ര തുടങ്ങുന്നത് അല്ലേ. അതുപോലെ ഞങ്ങളെന്താ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എന്നാണ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായി ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. വെൽക്കം ടു അവർ ചാനൽ D9 Diaries. അങ്ങനെ ലഗേജ് എല്ലാം ഡിക്കിയിലാക്കി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ദാവീദിനോട് ലോങ് ട്രിപ്പ് എവിടെ പോകണമെന്ന് പറഞ്ഞാലും അവനൊരു പില്ലോ ആയിട്ട് ഇറങ്ങുള്ളൂ. കാരണം അവന് കിടക്കണമെങ്കിൽ പില്ലോ വേണം. അപ്പോൾ എവിടെ പോയാലും ദാവീദ് ഒരു പില്ലോ ആയിട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെ നമ്മളൊരു മോർണിംഗ് 5:30 ആയപ്പോഴാണ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ 2 ഫാമിലി കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നമ്മളൊരു കാറിലല്ല, 3 കാറിലാണ്. കാരണം ഒരു ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തിങ്ങിയിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളിത് അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തൊരു ജംഗ്ഷനിലാണ് ഞങ്ങൾ 3 പേരും കൂടെ മീറ്റ് ചെയ്തത്. ജൂഡിയുടെ ഫാമിലിയുണ്ട്, പ്രവീണയുടെ ഫാമിലിയുണ്ട്. ശരിക്കും ആനബലിൻ്റെ ഫാമിലിയെന്ന് മാൻവിയുടെ ഫാമിലി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ദാവീദിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്നത്. ദാവീദിൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് ഈ കുട്ടികൾ. ആദ്യം അവർ തമ്മിൽ ഫ്രണ്ട്സായി, പിന്നെ ഞങ്ങൾ അമ്മമാർ തമ്മിൽ ഫ്രണ്ട്സായി, പിന്നെ പപ്പമാർ തമ്മിൽ ഫ്രണ്ട്സായി. അങ്ങനെ ഒരു 3 years ആയിട്ട്, ഒരു 4 years ആകുന്നു ഇപ്പോൾ. ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഞങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ഞങ്ങളിതാ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ നമ്മളെവിടെ യാത്ര പോയാലും അത് എടപ്പള്ളി പള്ളിയിൽ ഗിവറസ് പുണ്യാളുടെ അടുത്ത് പോയി നേർച്ചയിട്ട് പുണ്യാളിൻ്റെ ഒരു സംരക്ഷണവും ഒരു മധ്യസ്ഥവും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ യാത്രകളും തുടങ്ങുന്നത്. എവിടെ യാത്ര പോയാലും മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ് എടപ്പള്ളി പള്ളിയിൽ നേർച്ചയിടുന്നത്. കുറച്ച് ദൂരം ചെന്നപ്പോൾ എല്ലാവർക്കും ഒരു ചൂട് കട്ടൻ ചായ കുടിക്കണമെന്നൊരു ആഗ്രഹമായി. അപ്പോൾ ആ വഴിയിൽ കണ്ടൊരു കടയിൽ നിന്ന് എല്ലാവരും ഒരു കട്ടനൊക്കെ കുടിച്ച് ഒന്ന് റീഫ്രഷ് ആയിട്ടാണ് പിന്നെ ഞങ്ങൾ അടുത്ത യാത്ര തുടങ്ങിയത്. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പാലക്കാടാണ് കേട്ടോ. കാരണം സുരേഷേട്ടൻ്റെയും പ്രവീണയുടെയും വീട് പാലക്കാടാണ്. നമ്മൾ പോകുന്ന വഴിക്ക് എന്നെ തൊട്ട് സൈഡിൽ തന്നെ. അപ്പോൾ അവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടാവാം അടുത്ത യാത്ര എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി. സുരേഷേട്ടൻ്റെ അമ്മയാണ് കേട്ടോ അത്. പ്രവീണ ഞങ്ങൾക്ക് എല്ലാം നല്ലൊരു ചായയൊക്കെ ഇട്ട് തന്നു. നമ്മളൊരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത്. ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നല്ലൊരു വയലാണ്, അവിടെ നെൽകൃഷിയാണ്. അപ്പം നല്ലൊരു ഗ്രീനറിയും നല്ല ഭംഗിയാണ് കാണാം. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ആ വയൽ കാണാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ അമ്മേനെ ഒന്ന് ക്യാമറയെ കാണിക്കാൻ വേണ്ടി വിളിച്ചത്. അമ്മ നന്നായിട്ട് ചിരിച്ചൊക്കെ കാണിച്ചു. അപ്പോൾ ആ ഒരു വയലിലേക്കുള്ള ഒരു എൻട്രിയാണിത്. നമ്മളവിടെ എത്തിയ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 7:30 8 o'clock ഇടയ്ക്കാണ്. ആ ഒരു സമയം സൺറൈസ് കഴിഞ്ഞിട്ട് നിൽക്കുന്നൊരു സമയം. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആയിരുന്നു. പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു പാടവും നെൽകൃഷിയൊക്കെയാണല്ലേ. നല്ല ഭംഗിയായിരുന്നു. കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ ആ വരമ്പിൽ കൂടെയൊക്കെ ഒന്ന് ഇടയ്ക്കോട്ടൊക്കെ ഒന്ന് നടന്നു. കുട്ടികളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നെൽകൃഷിയും അവരതൊക്കെ ഒന്ന് ടച്ച് ചെയ്തൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അവർക്കും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നിട്ട് ഇത്ര നല്ലൊരു ഗ്രീനറി കാണുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അത് നമ്മൾ ചെന്ന ടൈമും നല്ലൊരു കറക്റ്റ് ടൈമായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം ഇവർ വയൽ പാടം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെല്ലാം അവർ കാണുന്നത് ഫസ്റ്റ് ടൈമായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഞങ്ങൾ കണ്ടു. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. അപ്പോൾ നമ്മൾ നേരെ പോയത് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനാണ്. ഞങ്ങൾ അവിടുന്ന് പോകുന്നപ്പോഴേ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം പാലക്കാട് കൂടെയാണ് പോകുന്നത്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമുമാണ്. അപ്പോൾ നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ. കാരണം അവരുടെ ലാസ്റ്റ് സെക്ഷനായിരുന്നു അത്. മാവ് തീർന്നിട്ട് ലാസ്റ്റായിട്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ വീഡിയോ എടുത്തത്. അങ്ങനെ രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ കഴിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടം. ഒരു വട്ടം ഞാനിവിടെ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. ഇവരുടെ ആ ഒരു പൊടി ചട്നിയും കോക്കനട്ട് ചട്നിയും ഒക്കെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അവർ ബ്രെഡും ജാമും ഒക്കെയാണ് കഴിച്ചത്. ഞങ്ങൾ വലിയവരെല്ലാവരും കഴിച്ചിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ മേട്ടുപ്പാളയം എത്താറായി. അപ്പോൾ ഏകദേശം ലഞ്ച് ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിലോട്ട് കയറ്റമാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേട്ടുപ്പാളയത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി. കാരണം ഇനി മുകളിൽ എത്തിയിട്ട് കഴിക്കാൻ നിന്നാൽ കുട്ടികൾക്കൊക്കെ വിശക്കും. അപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മൾ ഓർഡർ ചെയ്തത് തമിഴ്നാടൻ ദം ബിരിയാണി. എനിക്ക് ഭയങ്കര ഇഷ്ടം തമിഴ്നാട്ടിലെ ദം ബിരിയാണി. കുറച്ച് സ്പൈസി ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും അത് തന്നെയാണ് ഓർഡർ ചെയ്തത്.
അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഹെയർ പിൻസ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം പതിയെ ഉറങ്ങാൻ തുടങ്ങി. നമ്മൾ പോകുന്ന വഴിക്ക് സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് ഈ മങ്കീസിനെല്ലാം. ഇത് മങ്കി ഒരു ബേബിയൊക്കെ പിടിച്ചിട്ടിരിക്കുക. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു വീടാണ് എടുത്തത്. ഒരു 3 ബെഡ്റൂമുള്ള വീട്. ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഇത് ഊട്ടിയിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. ലഗേജ് എല്ലാം റൂമിൽ വെച്ച് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളവിടെ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ ഒരു 4:45 ആ ഒരു ടൈമിലാണ് എത്തിയത്. അപ്പം ആ ഒരു പരിസരത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞങ്ങൾ നടന്നു പോയി കണ്ടു. ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട്, ഒരുപാട് പൂക്കളുണ്ട്, നല്ല സൈലൻ്റ് ആയിട്ടുള്ള, നല്ല പ്രൈവസി ഉള്ള നല്ലൊരു സ്ഥലം. ഒരു ശല്യങ്ങളും ഇല്ല, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. കുട്ടികളാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരൊരുമിച്ച് കൂടുമ്പോൾ തന്നെ അവർക്കതൊരു രസമാണ്. ആ ഒരു സൺസെറ്റിൻ്റെ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എന്ത് നല്ലൊരു വ്യൂ ആയിരുന്നു. നല്ല തണുപ്പും ഒക്കെ തുടങ്ങുന്നുണ്ട്. രാത്രിയായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല തണുപ്പായിരുന്നു. ആ ഒരു തണുപ്പിൽ നിന്ന് ഞങ്ങൾ കുറേ നേരം നിന്ന് സംസാരിച്ചു. നമ്മൾ ശരിക്കും ഒരു ട്രിപ്പൊക്കെ വരുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം നിന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ കലാവാസനകളൊക്കെ പുറത്തെടുത്തൊരു ടൈമായിരുന്നു. പാട്ടും കുട്ടികളുടെ ഡാൻസും ഒക്കെ ആയിട്ട് ആ ഒരു ഫസ്റ്റ് എല്ലാം നൈറ്റ് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതാ ഇപ്പോൾ ഡിന്നർ ടൈമായി. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ തന്നെ വേണ്ട ഫുഡെല്ലാം ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഗീ റൈസ്, ചപ്പാത്തി, ചിക്കൻ 65, ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. എല്ലാം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ എൻഡ് ചെയ്തത് വാലന്റൈൻസ് ഡേ കേക്ക് കട്ടിങ്ങോട് കൂടെയാണ്. ഈ കേക്ക് ഞങ്ങൾ വാങ്ങിയത് ഞങ്ങളുടെ ഹസ്ബൻഡ്സ് ഒന്നും അറിയാതെ ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ കൊണ്ട് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഒരു ചെറിയ കേക്ക്. ഇത് ശരിക്കും ഇവർക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ ചെയ്യുമെന്ന് അവർ വിചാരിച്ചില്ല. എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരും കൂടെ കേക്കെല്ലാം കട്ട് ചെയ്തു. ഞങ്ങൾ ഈ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേയും വാലന്റൈൻസ് ഡേയും എല്ലാം നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.